എല്ലാവർക്കും നമസ്കാരം. ഇന്ന് 60 എന്ന നമ്പർ കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. നമ്പർ കേക്ക് ഉണ്ടാക്കാനായി 2 വാനില കേക്കുകളാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിനായി 2 റൗണ്ട് ടിന്നുകൾ എടുത്തിട്ടുണ്ട്. 8 ഇഞ്ചിൻ്റെ ഒരു ടിന്നും 6 ഇഞ്ചിൻ്റെ ഒരു ടിന്നുമാണ് എടുത്തിരിക്കുന്നത്. അത് രണ്ടും ഓയിലൊക്കെ ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പറൊക്കെ ഇട്ട് ആദ്യം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കേക്ക് ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. 1.5 കപ്പ് മൈദ, 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/3 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള പാല്, 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ, 6 മുട്ട, പിന്നെ 1.5 ടീസ്പൂൺ വാനില എസൻസും ഒരു നുള്ളുപ്പും കൂടി ഈ കേക്ക് ഉണ്ടാക്കാൻ ആവശ്യമാണ്. ഇവിടെ മൈദയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും കൂടി ഞാനൊരു അരിപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി 3 പ്രാവശ്യം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഇപ്പോൾ ഞാനിവിടെ 3 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു വിസ്ക് വെച്ച് 1 മിനിറ്റ് നേരമൊക്കെ ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും മൈദയുടെ എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തെടുത്ത മൈദ നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഒട്ടും വെള്ളമയമില്ലാതെ തുടച്ചുണക്കി വൃത്തിയാക്കി എടുത്ത ഒരു ബൗളിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിരുന്ന 6 മുട്ടയും ഞാനിവിടെ പൊട്ടിച്ചൊഴിക്കുവാണ്. മുട്ട പൊട്ടിച്ചൊഴിക്കുമ്പോൾ മുട്ടത്തോട് ഒരല്പം പോലും അതിലേക്ക് വീഴാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം മുട്ടത്തോട് അതിലേക്ക് വീണ് കഴിഞ്ഞാൽ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല. ഇപ്പോൾ 6 മുട്ടയും ഞാനിവിടെ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1.5 ടീസ്പൂൺ വാനില എസൻസും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഉപ്പും വാനില എസൻസും ചേർത്തതിന് ശേഷം ബീറ്റർ ലോ സ്പീഡിലിട്ട് 1 മിനിറ്റ് നേരം ഞാൻ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വാനില എസൻസ് ഒഴിച്ച് 1 മിനിറ്റ് നേരം നന്നായിട്ട് ബീറ്റ് ചെയ്യുകയാണെങ്കിൽ കേക്കിലേക്ക് മുട്ടയുടെ സ്മെല്ലൊന്നും വരാതിരിക്കാൻ അത് സഹായിക്കും. വാനില എസൻസ് ചേർത്ത് 1 മിനിറ്റ് ഞാൻ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ കേക്കിലേക്ക് ആവശ്യം 1.5 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ്. ഞാനിവിടെ പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടുണ്ട്. അത് ഓരോ ബാച്ചായിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3 പ്രാവശ്യമായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ഒരുമിച്ച് ചേർക്കാൻ പാടില്ല. ഒന്ന് മിക്സായി വന്നതിന് ശേഷം വേണം അടുത്തത് ഇട്ട് കൊടുക്കാനായിട്ട്. ഞാനിപ്പോൾ ആദ്യത്തെ ബാച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ബീറ്റർ ഉപയോഗിച്ച് ലോ സ്പീഡിലിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ആദ്യത്തെ ബാച്ച് ഒന്ന് മിക്സായി വരുന്ന ഉടനെ തന്നെ അടുത്ത ബാച്ചും ചേർത്ത് കൊടുക്കാം. അങ്ങനെ മുഴുവൻ പഞ്ചസാരയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം മിക്സാക്കിയിട്ട് 1 മിനിറ്റ് ലോ സ്പീഡിലിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. പഞ്ചസാര പൊടിച്ചതാണെങ്കിലും ചെറിയ തരിയൊക്കെ ഉണ്ടാവും. അതെല്ലാം നന്നായിട്ട് മിക്സായി വരണം, അലിഞ്ഞു വരണം. അതിനായിട്ടാണ് 1 മിനിറ്റ് ലോ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ 3 പ്രാവശ്യമായിട്ട് ഞാൻ ആ പഞ്ചസാര എല്ലാം അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് പഞ്ചസാര എല്ലാം നന്നായി അലിഞ്ഞതിന് ശേഷം ഞാൻ ഓരോ സ്പീഡായിട്ട് കൂട്ടി ഇപ്പോൾ ഫുൾ സ്പീഡിൽ ഇട്ടിട്ടുണ്ട്. മുട്ടയുടെ മഞ്ഞ കളറൊക്കെ മാറി ഒരു വൈറ്റ് കളറൊക്കെ ആയിട്ടുണ്ട്. ഇനി ഒരു റിബൺ കൺസിസ്റ്റൻസി ആവുന്നിടം വരെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ മുട്ട നന്നായി ബീറ്റ് ആയിട്ടുണ്ട്. ഇനി നേരത്തെ എടുത്തു വെച്ചിരുന്ന 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ പകുതി ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ഒരുമിച്ച് ഒഴിക്കേണ്ട, പകുതി ഒഴിച്ചിട്ട് ലോ സ്പീഡിലിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അധിക നേരം ബീറ്റ് ചെയ്യാൻ പാടില്ല. ഒന്ന് ബീറ്റ് ചെയ്ത് മിക്സായി കഴിയുമ്പോൾ ബാക്കിയിരിക്കുന്ന സൺഫ്ലവർ ഓയിലും കൂടി നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ബാക്കി കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ ഒരു 30 സെക്കൻഡ്, അധിക സമയം വേണ്ട, ലോ സ്പീഡിലിട്ട് തന്നെ ബീറ്റ് ചെയ്യണം. അധികം മിക്സ് ചെയ്താൽ ബാറ്റർ താഴ്ന്നു പോകും. ഇനി നേരത്തെ അരിച്ച് മാറ്റി വെച്ചിരുന്ന മൈദ കുറേശ്ശെയായിട്ട് ഞാൻ ഈ എഗ്ഗ് ബീറ്റ് ചെയ്തതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതൊരു 3 പ്രാവശ്യമായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം കൂടെ ഒരുമിച്ച് ചേർക്കാൻ പാടില്ല, കുറേശ്ശെയായിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഞാൻ ആദ്യത്തെ ബാച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് അരിച്ചിടുവാണ്. എന്നിട്ട് ഒരു വിസ്കോസ് സ്പാച്ചില വെച്ച് വളരെ സോഫ്റ്റായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അധികം ബലം പ്രയോഗിച്ച് കുത്തി ഇളക്കാൻ പാടില്ല. വളരെ സോഫ്റ്റായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ആദ്യം ഇട്ട മൈദ എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നേരത്തെ എടുത്തു വെച്ചിരുന്ന പാല് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടെ ഒരുമിച്ച് ഒഴിക്കാൻ പാടില്ല. മൈദ ഇട്ടതുപോലെ തന്നെ 2-3 പ്രാവശ്യമായിട്ട് വേണം പാല് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ആദ്യം കുറച്ചൊഴിച്ച് ഒന്ന് മിക്സ് ചെയ്യുക. ആദ്യത്തെ പ്രാവശ്യം മൈദ ഇടണം. മൈദ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ എടുത്തു വെച്ചിരിക്കുന്ന പാലിൽ നിന്ന് കുറച്ചൊഴിക്കണം. അത് മിക്സ് ചെയ്യണം. വീണ്ടും മൈദ ബാക്കി ഇട്ട് കൊടുക്കുക. അത് മിക്സ്
ആയതിനു ശേഷം ബാക്കിയിരിക്കുന്ന പാലും കൂടി ഒഴിക്കുക. അത് മിക്സ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് മൈദ ഇട്ട് ഒന്ന് മിക്സ് ആക്കുക. 3 പ്രാവശ്യമായിട്ട് എടുത്തു വെച്ചിരുന്ന മൈദയും അതിനിടയ്ക്ക് 2 പ്രാവശ്യമായിട്ട് പാലും ഞാൻ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വിസ്ക് ഞാൻ മാറ്റി വെച്ചിട്ട് സ്പാച്ചില കൊണ്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. മൈദയുടെ എന്തെങ്കിലും മിക്സ് ആവാതെ കിടക്കുന്നെങ്കിൽ അതുകൂടെ മിക്സ് ആയി കിട്ടാൻ വേണ്ടിയാണ്. ഇപ്പോൾ ബാറ്റർ എല്ലാം നന്നായി ഇവിടെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിലേക്ക് ഞാൻ ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ്. 2 ടിന്നിലായിട്ടാണ് ഞാൻ ബേക്ക് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് ഓരോന്നിലും പകുതി വീതമാണ് ഒഴിക്കുന്നത്. ഇനി 2 കേക്ക് ടിന്നും നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. എയർ ബബിൾസ് എന്തെങ്കിലും അതിൽ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ പോയി കിട്ടാൻ വേണ്ടിയാണ് നന്നായിട്ട് ടാപ്പ് ചെയ്യുന്നത്. പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ഞാൻ കേക്ക് ടിൻ വെച്ചു കൊടുത്തിട്ടുണ്ട്. കേക്ക് മിക്സ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് ഞാൻ ഓവൻ പ്രീഹീറ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ കേക്കെല്ലാം ബേക്കായിട്ടുണ്ട്. 160 ഡിഗ്രി സെൽഷ്യസിൽ 30 മിനിറ്റ് നേരമാണ് ഞാൻ കേക്ക് ബേക്ക് ചെയ്തത്. കേക്ക് ടിന്നിൽ നിന്നെടുത്ത് ബട്ടർ പേപ്പറൊക്കെ മാറ്റി ഒന്ന് തണുക്കാനായിട്ട് വയ്ക്കാം. കേക്ക് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. 8 ഇഞ്ചിന്റെ ടിന്നിൽ ബേക്ക് ചെയ്ത കേക്ക് ഞാനിവിടെ 2 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തു. കേക്ക് 2 ലെയറായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഞാൻ അതെടുത്ത് മാറ്റാതെ 2 ലെയറും ഒരേ ലെവലിൽ തന്നെ വെച്ചതിന് ശേഷം ഒരു കാർഡിൽ 6 എന്ന് കട്ട് ചെയ്തെടുത്തത് കേക്കിന്റെ മേലെ വെച്ച് കറക്റ്റ് ലെവലാക്കി വെച്ചതിന് ശേഷം ഞാനത് 6ന്റെ ഷേപ്പിൽ ആ കേക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ 6 എന്ന ഷേപ്പിൽ ഞാൻ ആ കേക്ക് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 6 ഇഞ്ചിന്റെ ടിന്നിൽ ബേക്ക് ചെയ്തെടുത്ത ഒരു ചെറിയ കേക്കും കൂടി ഉണ്ട്. അതും 2 ലെയറായിട്ട് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുവാണ്. 2 ലെയർ ഞാൻ മാറ്റിയിട്ടില്ല. കേക്ക് ഇവിടെ 2 ലെയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. 2 ലെയറും ഒരേ ലെവലിൽ തന്നെ വെച്ചിട്ട് കേക്കിന്റെ മധ്യഭാഗത്തായിട്ട് ഒരു അടപ്പ് വെച്ച് ഞാൻ അവിടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അടപ്പ് കൊണ്ട് കേക്കിന്റെ മധ്യഭാഗത്ത് ഒരു ഹോൾ ഉണ്ടാക്കിയതിന് ശേഷം 2 പീസായിട്ട് കറക്റ്റായിട്ട് ഞാൻ ഇവിടെ കേക്കിനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കേക്ക് ബോർഡിലേക്ക് കേക്ക് നീങ്ങി പോകാതിരിക്കാനായി കുറച്ച് വിപ്പിംഗ് ക്രീം തേച്ച് കൊടുത്തതിന് ശേഷം 6 എന്ന നമ്പറിന്റെ ആദ്യത്തെ ലെയർ എടുത്ത് കേക്ക് ബോർഡിലേക്ക് വെച്ചു കൊടുക്കാം. ഇനി കേക്ക് എല്ലാം ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് പാലിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീമും കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. എല്ലാ ഭാഗത്തും ഒരേപോലെ വെറ്റ് ചെയ്ത് കൊടുക്കണം. അധികം ആവാൻ പാടില്ല. നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിരുന്ന വിപ്പിംഗ് ക്രീം കൊണ്ട് ഇനി കേക്ക് ഒന്ന് ഐസിങ് ചെയ്ത് കൊടുക്കാം. കുറച്ച് നട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് കേക്കിന്റെ ഫില്ലിംഗ് ആയിട്ട് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. ഈ നമ്പർ കേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണോ എന്ന് വിചാരിക്കുന്നു. ഇത് അധിക പ്രയാസമൊന്നുമില്ല. എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. തീർച്ചയായിട്ടും ചെയ്തു നോക്കണം.